അമ്മേ അമ്മേ അമ്മയുടെ ഫോണിൽ ആരാ വിളിക്കുന്നു? ഏയ് ഇത് എക്സാമിന്റെ മെസ്സേജ് ആണല്ലോ. എടാ ഇത് ആരും വിളിച്ചതല്ല, അമ്മയ്ക്ക് PSC എക്സാമിന്റെ മെസ്സേജ് വന്നതാ. ഇതാ പിടിച്ചോ. നിന്റെ അപ്പൻ എന്നും പറയുന്ന വാക്കാ, സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന്. ഈ മെസ്സേജ് അപ്പനെ കാണിച്ചോടാ. കുടിച്ചോ. ചൂട് ചൂട് കുടിക്കില്ല, ചൂട്. സുനിലേട്ടാ, ചേട്ടാ, എക്സാമിന്റെ മെസ്സേജ് വന്നു. എന്നാ ഡേറ്റ്? 2 ആഴ്ച കഴിഞ്ഞു. ചേച്ചി, ആ ചേച്ചി ഇന്നലെ തൊഴിൽ വാർത്ത കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ എടി, കുളി കഴിഞ്ഞില്ലേ? ബസ് വരാൻ സമയമായല്ലോ. ആ ചേട്ടാ, റെഡി ആവാണ്. ചേട്ടാ, 2 പേർക്കുള്ള ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാനുള്ള മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. മോനെ, അപ്പന് മരുന്നെടുത്ത് കൊടുക്കാൻ മറക്കല്ലേട്ടാ. മോനെ, അമ്മ പോയിട്ട് വരാട്ടോ. ചേട്ടാ, ഞാൻ പോവാണേ. സൂക്ഷിച്ചു പോണേ. കരയുന്നതെന്തിനു മൈനേ, മാനം തെളിഞ്ഞില്ലേ മൈനേ? കരയുന്നതെന്തിനു മൈനേ, മാനം തെളിഞ്ഞില്ലേ മൈനേ? കരയുന്നതെന്തിനു മൈനേ, മാനം തെളിഞ്ഞില്ലേ മൈനേ? ഇല്ലിപൂത്ത താഴ്വരകളിലില്ലേ മൈനേ? പനിനീർപ്പുഴയില്ലേ നിനക്കു നീന്താൻ? ഇല്ലിപൂത്ത താഴ്വരകളിലില്ലേ മൈനേ? പനിനീർപ്പുഴയില്ലേ നിനക്കു നീന്താൻ? കരയുന്നതെന്തിനു മൈനേ, മാനം തെളിഞ്ഞില്ലേ മൈനേ? നീലവ
നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കാൻ കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കാൻ കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ രേഖേ, ഇത്ര രാവിലെ തുടക്കത്തിൽ എങ്ങോട്ടാ പോകുന്നേ? ഇന്നൊരു എക്സാം ഉണ്ട് ചേച്ചി, അതിന് പോവാ. ഓ ശരി. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അവകാശ സമരം. ആ സെക്രട്ടറി ആണോ വിളിക്കുന്നത്? എന്താണാവോ? തൊഴിലാളി ഐക്യം സിന്ദാബാദ്. എടാ നീയേ നാളെ രാവിലെ വീട് വരെ ഒന്ന് വാട്ടോ. ആ ഓക്കെ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം ഇന്നുണ്ടല്ലോ കലാപരിപാടി. ഇവർക്ക് വല്ല പണിക്കും പോയിക്കൂടെ? ഐക്യം സിന്ദാബാദ്. ചേട്ടൻ വല്ല പണിക്കും പോണ്ടോ? ആ നിക്കുന്നത് സുനിലിന്റെ ഭാര്യയല്ലേ? ചേട്ടൻ അറിയില്ലേ, അത് സുനിലിന്റെ ഭാര്യ രേഖയാണ്. ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ഇതുപോലത്തെ കുറെ ആളുകള്. ആക്സിഡന്റ് ആയി തളർന്നു കിടക്കുന്ന സുനിലിന്റെ ഭാര്യ. ഓ, ആ കുടുംബത്തിലെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു സാറേ. നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. 6 വർഷം മുമ്പ് സുനിലിനുണ്ടായ ഒരു വാഹനാപകടത്തിൽ അവന്റെ ശരീരം തന്നെ തളർന്നുപോയി. ഒരുപാട് പണം ചിലവഴിച്ചാണ് അവന്റെ ജീവിതം തന്നെ നിലനിർത്തിയത്. ഹോ, കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. എന്നാലും അവൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശം. അവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ ആ കുടുംബം. എത്ര നാളായി ആ കുട്ടി സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ നടക്കണു. സർക്കാർ ജോലി എങ്ങനെ ഇവിടെ കിട്ടാനാ? പിൻവാതിൽ നിയമനങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. എടാ ബാബു, എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. എനിക്കൊരു സർക്കാർ ജോലി കിട്ടണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. എത്രയെത്ര പരീക്ഷകൾ ഞാൻ എഴുതി. ഇന്നും പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന അവസ്ഥയാണിപ്പോഴും. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും നടക്കും. ശരിയാ ബാബു, അറിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ പുറത്ത്, കണ്ട തെമ്മാടികളും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവരൊക്കെ അകത്തും. ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ. ഇങ്ങനെ പോയാൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? എൻ്റെ മാഷേ, റാങ്ക് ലിസ്റ്റിൽ കയറി എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. അർഹതപ്പെട്ടവർ വേറെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. അത് മനസ്സിലായി. നേതാവ് എങ്ങടാ? ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോണതാ. അയാളുടെ പോക്ക് കണ്ട ഈ നാട്ടിലെ മുഖ്യമന്ത്രിയാണെന്ന അഭാവം.
മോനെ അപ്പന് മരുന്നെടുത്ത് കൊടുത്തോടാ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. മരുന്നെല്ലാം ഞാൻ എടുത്തു വെച്ചതല്ലേ, സമയാസമയത്ത് കഴിച്ചാലല്ലേ അസുഖം മാറൂ. ഹോ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ലിൻസ്, ഗൾഫിലുള്ള ജോർജിന്റെ മകനാണ്. ഡാഡിയുടെ കാർ ഇടിച്ചാണ് അന്ന് നിങ്ങൾക്ക് അപകടം ഉണ്ടായത്. ഓ, നിങ്ങളുടെ ആയിരുന്നോ? ഓ, വിധിയല്ലാതെ എന്താ. എടേ, ഒരു ചായ എടുത്തേ. ചായ ഒന്നും വേണ്ട. ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ചേട്ടൻ്റെ അവസ്ഥ അറിഞ്ഞത്. ഇത് കുറച്ച് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ, വാങ്ങിക്കി. കുറച്ച് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിക്കി. വേണ്ട. ഇതാ, നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതല്ലേ? വേണ്ട. നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതല്ലേ? വാങ്ങിക്കുന്നേ. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലേ? വാങ്ങൂ. ഇപ്പം എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? സ്ഥിരമായൊരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഓഫീസിലേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. പറ്റുമെങ്കിൽ നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. ചേട്ടാ, ഞാൻ പോട്ടെ. നേതാവ് എന്താ വരാൻ പറഞ്ഞത്? എടാ, സർക്കാർ ജോലിക്ക് വേക്കൻസി എടുപ്പുണ്ട്. അപ്പൊ അത് പറയാനാണ് വിളിച്ചത്. ആ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ആ ഉവ്വ. നേതാവേ, പരമാവധി നമ്മുടെ ആളുകളെ തന്നെ ചേർക്കണം. എത്ര നാളായി ഈ കൊടിയും പിടിച്ച് പോസ്റ്റ് ഓടിച്ച് നടക്കണു. ഒരു ജോലി വേണ്ടേ? എടാ, അത് ഓക്കേടാ, നമുക്ക് റെഡിയാക്കാടാ. കുഴപ്പമില്ല. മോളെ, ഇന്ന് പോയ ജോലി എന്തായി? ചേച്ചി, അത് നമുക്ക് പറ്റിയ ജോലിയല്ല. മോള് കുറെ ടെസ്റ്റുകളൊക്കെ എഴുതിയതായിരുന്നല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നായിരുന്നല്ലോ. ഇല്ലേ ചേച്ചി, ആകെയുള്ള പ്രതീക്ഷ ഇനി അതേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. മോളെ, നിന്റെ ഒപ്പം പരീക്ഷ എഴുതിയ സോജന ആനിക്കൊക്കെ ജോലി കിട്ടിയല്ലോ, നിനക്ക് മാത്രം എന്തേ? അവർക്കൊക്കെ രാഷ്ട്രീയത്തിലും മറ്റും ഭയങ്കര പിടിപാടാ, അതുകൊണ്ടാവും. ആ കൊച്ചിന് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഈശ്വര. ചേട്ടാ, 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 എണീറ്റേ, ഒന്ന് എണീറ്റേട്ടാ. ചേട്ടാ, 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 ഒന്ന് എണീറ്റേ, കണ്ണോർത്തേ, എന്തെങ്കിലും കിടക്കണേ. ചേട്ടാ, ഒന്ന് എണീക്കേട്ടാ. ചേട്ടാ, ചേട്ടാ, അമ്മ, 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 അപ്പ, 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 എനിക്കപ്പ. അമ്മ, അമ്മ,
നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കാൻ കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കാൻ കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ